കാസർഗോഡ് കയ്യൂർ ക്ലായിക്കോട് പാടശേഖരത്തിലെ 2 ഏക്കർ വയലിൽ നിറകതിർ സമൃദ്ധിയൊരുക്കി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട കമ്മിറ്റി. 2026 ഫെബ്രുവരിയിൽ പെരിങ്കളിയാട്ടം നടക്കുന്ന ക്ലായിക്കോട് മുച്ചിലോട്ട് ക്ഷേത്രത്തിലേക്ക് വിഭവങ്ങൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് വിഭവ സമാഹരണ കമ്മിറ്റി. 4 ദിവസത്തെ പെരുങ്കളിയാട്ടത്തിന് അന്നദാനമൊരുക്കാനും ക്ഷേത്ര ചടങ്ങുകൾക്കും മറ്റുമായി വലിയ തോതിലാണ് വിഭവങ്ങൾ ആവശ്യമായി വരുന്നത്. ഇതിൽ പരമാവധി വിഭവങ്ങൾ ജനകീയമായി നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാനാണ് വിഭവ സമാഹരണ കമ്മിറ്റിയുടെ തീരുമാനം. നാട്ടിലെ കർഷക തൊഴിലാളികളുടെ സഹകരണത്തോടെ മികച്ച രീതിയിലാണ് നെല്ലുൽപാദനം പൂർത്തിയാക്കിയത്. മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിലെ സവിശേഷ പ്രസാദമായ കായക്കഞ്ഞിക്കുള്ള ഉണക്കലരിയാണ് ഇവിടെ വിളയിച്ചത്. 10 കിൻഡൽ വിളവാണ് നെൽകൃഷിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു വിളവ് തന്നെ നമുക്ക് ഇന്ന് അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഒരു 100-100ഓളം പറ നെല്ല്, 10 കിൻഡലോളം നെല്ലുകൾ അതിൽ കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഇന്ന് നടക്കുന്ന കൊയ്ത്തുത്സവത്തിലും പങ്കെടുത്ത മുഴുവൻ ആൾക്കാരും നമ്മുടെ ഈ നാട്ടിലെ വനിതാ കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളുമാണ് അതിലുള്ളത്. ക്ഷേത്രം വനിതാ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിലാണ് കൃഷി പരിപാലനവും വിളവെടുപ്പും നടത്തിയത്. കൊയ്തൊഴിഞ്ഞ വയലിൽ ഇനി വെള്ളരി കൃഷി ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ ചീമേനി നെടുമ്പയിൽ 2 ഏക്കർ സ്ഥലത്ത് ചേനയും മഞ്ഞളും ഇഞ്ചിയും കൃഷി ചെയ്യുന്നുണ്ട്. 130-ലേറെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് വാഴ കൃഷി ചെയ്യുന്നത്. കായക്കോട് മുച്ചിലോട്ടിൻ്റെ ഭാഗത്തും 2.5 ഏക്കർ സ്ഥലം ചീമേനി നെടുമ്പ സ്ഥലത്തും സൗജന്യമായി കിട്ടിയിട്ടുണ്ട്. പിന്നെ വാഴക്കന്നുകൾ വീട് തോറുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾ 1 കിൻഡൽ മഞ്ഞൾ നട്ടിട്ടുണ്ട്. അതുപോലെ 50 കിലോ ഇഞ്ചിയും നട്ടിട്ടുണ്ട്. ഇപ്പോൾ കൊയ്ത സ്ഥലത്ത് വെള്ളരി ഒരാഴ്ച കൊണ്ട് വെള്ളരി നടാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷി ഓഫീസർ അംബുജാക്ഷൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ NV രാമചന്ദ്രൻ അധ്യക്ഷനായി. മോഹനൻ അന്തിതിരിയൻ, ഗോപാലകൃഷ്ണൻ കോമരം, ക്ഷേത്രം സെക്രട്ടറി NV ചന്ദ്രൻ, വിഭവ സമാഹരണ കമ്മിറ്റി ചെയർമാൻ PV തമ്പാൻ, വനിതാ കമ്മിറ്റി ചെയർമാൻ പ്രേമലത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 കയ്യൂർ.